ലെബനോനിൽ വീണ്ടും ഇസ്രായേൽ വ്യോമാക്രമണം. ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രദേശങ്ങളിലാണ് ഇസ്രായേൽ സൈനിക നടപടി ഉണ്ടായത്. ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ള ഭീകര നേതാവിനെ സൈന്യം വധിച്ചു. ഹിസ്ബുള്ളയിൽ നിന്നുകൊണ്ട് ഹമാസിനെ സഹായിക്കുന്ന ഭീകരനാണ് കൊല്ലപ്പെട്ടതെന്ന് സൈന്യം അറിയിച്ചു. ബെയ്റൂട്ടിലെ ഇസ്രായേൽ വ്യോമസേനയുടെ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെയും ഇറാന്റെ ഖുദ്സ് ഫോഴ്സിന്റെയും നേതാവായ ഹസൻ അലി ബാദിറാണ് കൊല്ലപ്പെട്ടത്. അതോടൊപ്പം അദ്ദേഹത്തിന്റെ മകനും കൊല്ലപ്പെട്ടതായാണ് വിവരം. അതോടൊപ്പം അടുത്തിടെ ഹമാസ് ഭീകരരെ നയിക്കുകയും അവരെ ഇസ്രായേലിനെതിരെ ഭീകരപ്രവർത്തനങ്ങളിൽ സഹായിക്കുകയും ചെയ്തു വന്നിരുന്ന ആളായിരുന്നു ഹിസ്ബുള്ള ഭീകരനായ ഹസൻ അലി ബാദിർ. ഹിസ്ബുള്ള ഭീകര കേന്ദ്രങ്ങൾ കണ്ടെത്തിയ ഷിൻബറ്റിന്റെ പ്രത്യേക ഓപ്പറേഷനായിരുന്നു ഇസ്രായേൽ ലെബനനിലെ ബെയ്റൂട്ടിൽ നടത്തിയത്. സൈനിക നടപടിയിൽ ഭീകരനുൾപ്പെടെ 3 പേർ കൊല്ലപ്പെടുകയും 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലെബനീസ് ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. വെടിനിർത്തൽ നിലവിൽ വന്നതിനു ശേഷം ഈ ആഴ്ചയിലെ ഇത് 2ാമത്തെ സൈനിക നടപടിയാണ് ഇന്നുണ്ടായത്. ഭീകര കേന്ദ്രങ്ങളിലേക്കുള്ള ആക്രമണത്തിന് മുമ്പ് ഇസ്രായേൽ സേന മുന്നറിയിപ്പൊന്നും നൽകിയില്ല എന്നും വ്യോമാക്രമണമുണ്ടായ സ്ഥലത്തുണ്ടായിരുന്നവർ ബെയ്റൂട്ടിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പലായനം ചെയ്തതായുമുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. വെടിനിർത്തൽ കരാർ നിലവിലുണ്ടായിട്ടും ഹിസ്ബുള്ള ആ കരാർ ലംഘിക്കുന്ന സമീപനങ്ങളാണ് പലപ്പോഴായി സ്വീകരിച്ചു വന്നിട്ടുള്ളത്. ലെബനനിൽ നിന്നും ഇസ്രായേലിലേക്ക് നിരന്തരം റോക്കറ്റുകൾ ഹിസ്ബുള്ള അയച്ചിരുന്നു. ഹിസ്ബുള്ളയുടെ ഈ നടപടിക്കെതിരെ സമാധാന ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിച്ച അമേരിക്ക രംഗത്ത് വന്നിട്ടുണ്ട്. അതേസമയം ഇസ്രായേൽ സൈനിക നടപടിയെ US പിന്തുണച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.